ലെറ്റ്സ് ബി ഓണസ്റ്റ്, നിങ്ങൾ പുതിയ സ്റ്റൈലിലുള്ള ഒരു ഡ്രസ്സ് ഇടുമ്പോൾ, നിങ്ങളൊരു റീൽ ഇടുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സത്യമായിട്ടുള്ള കാര്യം ഒന്ന് തുറന്നു പറയുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ഓരെന്നെ ജഡ്ജ് ചെയ്താലോ ഓരെന്നെ കളിയാക്കിയാലോ എന്നുള്ളൊരു തോട്ട് വരലില്ലേ? സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കണ അത്രയും ഒരിക്കലും വേറുള്ളവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കണില്ല. മേ ബി നമ്മളൊരു പുതിയ കാര്യമൊക്കെ ചെയ്യുമ്പോൾ ഒരു 10 സെക്കൻഡ് കൂടി അപ്പോൾ നമ്മളെ മൈൻഡ് ഉണ്ടാവും. പിന്നെ ഓലെ ലൈഫ് തന്നെ ചിന്തിക്കാനുണ്ട്, ഓലെ കുറിച്ച് തന്നെ ചിന്തിച്ചാണ് ഓല് ബിസിയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം എന്താണ്, ഓല് നമ്മളെ കുറിച്ച് എന്താ വിചാരിക്കുക, ഓലും ചിന്തിക്കേണ്ടാവും എന്തായിരിക്കും നമ്മൾ ഓലെ കുറിച്ച് എന്താ വിചാരിക്കുക. ഇങ്ങനെ വിചാരിച്ചാണ്ട് എല്ലാവരും എന്ത് ചെയ്യും, ഇൻസെക്യൂർ ആയിക്കാണ്ട് ഇങ്ങനെ പോകും. ഇൻ ദിസ് വീഡിയോ ഐ വിൽ ഹെൽപ്പ് യു ടു നോട്ട് ടു കെയർ വാട്ട് അതർ പീപ്പിൾ തിങ്ക്. ലെറ്റ്സ് ഗോ. ഇഫ് യു ഡോണ്ട് നോ മീ, മൈ നെയിം ഈസ് ഇഷാം. ഐ എം എ സെൽഫ് ഇംപ്രൂവ്മെന്റ് കണ്ടന്റ് ക്രിയേറ്റർ. അപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ എവല്യൂഷണറി സൈക്കോളജി, അതുപോലെ മാർക്ക് മെൻസൺ എന്ന് പറഞ്ഞ ഒരു ഓതർ നിങ്ങൾക്ക് അറിയണ്ടോ, ദ സറൽ ആർട്ട് ഓഫ് നോട്ട് ഗിവിങ് എ ഫക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയ ഓതറാണ്. അതുപോലെ തന്നെ യൂട്യൂബിലും ഒരുപാട് വീഡിയോസ് ഇത് റിലേറ്റഡ് വീഡിയോസ് ഇടുന്നതാണ്. അപ്പം മൂപ്പരെ കുറച്ച് വ്യൂ പോയിന്റുകളും അതുപോലെ സൈക്കോളജിയും അതുപോലെ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിളൊക്കെ വെച്ചാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേടി, ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യുമെന്നുള്ള ആ ഒരു പേടി, അത് വരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ഒരു 10,000 വർഷമൊക്കെ മുമ്പ് നമ്മൾ ജീവിച്ചിരുന്നത്, ഹ്യൂമൻസ് ജീവിച്ചിരുന്നത് ട്രൈബുകളായിട്ടാണ്. കുറച്ച് ആൾക്കാർ അടങ്ങിയിട്ടുള്ള ഒരു 100 അങ്ങനെ ചെറിയ ട്രൈബുകളും ഉണ്ടാവും, വലിയ ട്രൈബുകളും ഉണ്ടാവും. നല്ലൊരു ഞാനൊരു ആവറേജ് പറയാം, ഒരു 100 ആൾക്കാർ, അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പുകളായിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ആ ട്രൈബിനെ വെറുപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ട്രൈബിൽ നിന്ന് നമ്മൾ പുറത്താവാൻ ചാൻസ് അല്ല. ആ ട്രൈബിലുള്ളവർക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ആ ട്രൈബിൽ നിന്ന് നമ്മൾ പുറത്താവും. നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല, ഫുഡ് ഉണ്ടാവില്ല, ഫയർ ഉണ്ടാവില്ല, മെയ്റ്റിനെയും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ എങ്ങനെ ഇവോൾവ് ആയി, നമ്മുടെ ട്രൈബിന് പറ്റാത്ത എന്തെങ്കിലും മോശമായി തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ആ ട്രൈബിൽ നിന്ന് പുറത്തു പോകാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബാഡ് തിങ്. അത് റിജക്ഷൻ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ആണല്ലോ മെയിനായിട്ട് നമുക്ക് കിട്ടുക. അതുപോലെ റിജക്ഷൻ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ഒരു ബാഡ് തിങ് ആയിട്ട് അത് വന്നു കഴിഞ്ഞാൽ നമ്മളതിന് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അത് നമ്മളെ സർവൈവലിന് ഒരു ത്രെറ്റാണ് എന്നുള്ള രീതിയിലാണ് ബ്രെയിൻ പെർസീവ് ചെയ്യുന്നത്. സോ ആ ഒരു ബ്രെയിന്, അന്നത്തെ ആ ഒരു ബ്രെയിന് ഇപ്പോഴും വല്ലാതെ ഒരു മാറ്റം വന്നിട്ടില്ല. ആ ഒരു സൈക്കോളജി കേസിൽ വല്ലാതൊരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ആൾക്കാരൊക്കെ ജഡ്ജ്മെൻറ്റോ റിജക്ഷനോ നമ്മളെ കളിയാക്കലോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ബാഡ് സംഭവമാണ്, നമ്മൾ ഇൻസെക്യൂർ ആവുകയാണ്. പക്ഷെ ഇവിടെ ഉള്ളൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലം പോലെയല്ല ഇന്നത്തെ കാലം. ഇന്ന് നമ്മളെ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം പൈസ ഉണ്ടാക്കാനും വേറെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും, സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും. അന്നത്തെ പോലെയല്ല. ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് പോയാലും നമുക്ക് വേറെ ഗ്രൂപ്പിൽ ചേരാൻ പറ്റും. അന്നത്തെ പോലെയല്ല. പക്ഷേ നമ്മൾ ബ്രെയിന് അങ്ങനെയല്ല തിങ്ക് ചെയ്യണത്. എവിടുന്നാണോ റിജക്ഷൻ വരുന്നത്, എവിടുന്നാണ് ജഡ്ജ്മെൻറ്റ് വന്നാലും അതൊരു മോശമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് ഹേർട്ട് ബീറ്റൊക്കെ കൂട്ടി നമുക്കൊരു പേടി, നമുക്കൊരു ഇൻസെക്യൂരിറ്റി തരുന്നുണ്ട്. അതായത് ഇപ്പോഴും സ്റ്റോൺ ഏജത്തെ സോഫ്റ്റ്വെയറും മോഡേൺ ഹാർഡ്വെയറാണ് നമ്മളെടുത്തുള്ളത്. മാർക്ക് മെൻസൺ ഇടയ്ക്ക് പറയുന്നൊരു സംഭവമാണ്, യു ഓൺലി ഹാവ് സോ മെനി ഫക്സ് ടു ഗീവ്, സോ ഗീവ് ദം കെയർഫുള്ളി. അപ്പോൾ ഈ എഫ് വേർഡ് ഉപയോഗിക്കുന്ന ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. കാരണം മാർക്ക് മെൻസൺ എന്ന് പറയുന്നത് അങ്ങനെ പറയുന്ന ആളാണ്. മുമ്പ് ബുക്കിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. മുമ്പ് എന്താ പറയുക വെച്ചാൽ ഒരിക്കലും നമ്മുടെ ലക്ഷ്യം ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കെയർ ചെയ്യാതിരിക്കുക എന്നല്ല. അങ്ങനെ കെയർ ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നു, നമ്മൾ കെയർ ചെയ്യാതിരിക്കുകയാണ്. ആ പോട്ടെ, ആരാ അപ്പോൾ ആൾക്ക് കെയർ ചെയ്യണം, എനിക്ക് എൻ്റെ കാര്യം ചെയ്യാമല്ലോ. റോഡിൽ ആരെങ്കിലും ആക്സിഡൻ്റ് ആയി കിടന്നു, എനിക്കിപ്പോൾ അത് കെയർ ചെയ്യാൻ നേരമില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷെ അതേസമയം നമുക്കൊരു ഗോളുണ്ട്. ഇപ്പോൾ ഞാനൊരു കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചോ, ഈ കണ്ടൻറ്റ് ഷൂട്ട് ചെയ്തു, ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എല്ലാവർക്കും ശീലമായി. പക്ഷെ അതല്ല, അതിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ കണ്ടൻറ്റാണ് വിചാരിച്ചോ. അപ്പോൾ എൻ്റെ ഓഫീസിലുള്ളവർ, ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബക്കാർ, ഇവരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഓരോ എന്ത് ചെയ്യാനും പറയുന്നുണ്ടാവും. ഓരോ കമൻറ്റിൽ വന്നാണ്ട് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ അധികം ആൾക്കാർ സപ്പോർട്ടേ ചെയ്യുള്ളൂ. കാരണം അത്യാവശ്യം കുറച്ച് സെറ്റപ്പിലൊക്കെയാണ്. പക്ഷെ അതല്ലാതെ ഞാൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞാൽ വീഡിയോൻ്റെ ക്വാളിറ്റി പറ്റ ലോക്കലായി, കാരണം കണ്ടൻറ്റൊക്കെ പക്ക ലോക്കൽ കണ്ടൻ്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ. അപ്പോൾ ബാക്കിയുള്ളവർ കുറേ കമൻറ്റ് ഇടും, മോശമായിട്ടുള്ള കമൻറ്റ് ഉണ്ടാവും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാട്ടിലുള്ളവരായാലും ഇപ്പോൾ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ ആണെങ്കിലും വലിയ കണ്ടൻറ്റ് ക്രിയേറ്റർ എന്താണ്, ഇൻഫ്ലുവൻസർ എന്താണ്, അന്ന് നമുക്ക് ഫോളോവേഴ്സും ഉണ്ടാവില്ല, റെസ്പെക്റ്റും ഉണ്ടാവില്ല, വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ടാവും, ആ വീഡിയോ ലോക്കലും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കളിയാക്കും. പക്ഷേ ആ കളിയാക്കലിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, അത് നമ്മുടെ ഗോള് നമ്മൾ ചേസ് ചെയ്യാണ്, നമ്മുടെ ഡ്രീംസ് നമ്മൾ ചേസ് ചെയ്യാണ്. ഫോളോവേഴ്സ്, പേഴ്സണൽ ബ്രാൻഡ്, കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ഒരു ഇതിലേക്ക് ഇറങ്ങി കിടക്കുമ്പോൾ
അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആ വഴിയിൽ വരുന്ന തടസ്സങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പക്ഷെ അതേസമയം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സമ്മറി എന്താന്ന് വെച്ചാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, അത് കെയർ ചെയ്യണം. അതേസമയം നമ്മളൊരു ഗോൾസിനെ ഡ്രീംസിനെ ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കുറേ എന്തുണ്ടാവും, കുറേ മാറാപ്പുകൾ അതിൻ്റെ ഇടയിൽ കയറി വരും. ആ മെല്ലെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക, ഡസൻ മാറ്റർ എന്ന് പറഞ്ഞാണ്ട് മുമ്പൊക്കെ പോവാം. ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് നല്ല ഉപകാരപ്പെടും, പക്ഷെ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമുണ്ടാവില്ല, എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഇഷ്ടമുണ്ടാവില്ല. എന്നിട്ട് കമൻറ്റിലുണ്ടാവും കുറേ നല്ല കാര്യങ്ങളും ഉണ്ടാവും, അതേപോലെ തന്നെ കുറേ ആൾക്കാർ എന്തുണ്ടാവും, ചിലപ്പോൾ തെറി പറയുണ്ടാവും, ചിലപ്പോൾ ഒന്ന് പോടാ ചങ്ങായി, അങ്ങനെ ഓരോന്ന് ഇപ്പം പറയണം, പൊട്ടത്തരാണ്, അങ്ങനെയൊക്കെ ഓരോന്ന് പറയുണ്ടാവും. ഇറ്റ്സ് ലൈക്ക് ഐ ഡോണ്ട് ഗിവ് എ ഫക്ക്, ഇറ്റ് ഡസൻ മാറ്റർ. പക്ഷെ അത് പറയുകയാണെങ്കിൽ ഒരാളെ സംബന്ധിച്ച്, ഒരു പുതിയ കണ്ടന്റ് ക്രിയേഷനിലൊക്കെ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് സംഭവമാണ്. അതായത് ഓല് എന്താ പറയുന്നത്, ഇനിയിപ്പോൾ ഞാൻ ഓല് പറയുന്ന മാതിരി കേൾക്കേണ്ടി വരും. ഓൻ പറയുന്നു ഞാനിങ്ങനെ അഗ്രസീവ് ആയിക്കാന്ന് പറയാൻ പാടില്ല, ഓൻ പറയുന്നു ഞാനിങ്ങനെ ചിന്തിക്കാൻ പാടില്ല, എനിക്ക് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, അപ്പം ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, അപ്പോൾ അങ്ങനെ ശരിയാണോ, എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ പോലെ എന്ന് ചിന്തിക്കുന്നതാണ് മണ്ടത്തരം. അതേസമയം ഞാനെങ്ങനെ ചിന്തിക്കണേ, ഐ ഡോണ്ട് ഗിവ് എ ഫക്ക്, ഹു ഈസ് ദാറ്റ് ഗൈ. അങ്ങനെ പറയുന്ന ആൾക്കാരെ എന്തെങ്കിലും ഒരു 100 കിലോ ബെഞ്ച് പ്രസ് പോലും ചെയ്യാൻ വയ്ക്കാത്ത, ഒരു 15 പുള്ളപ്പ് പോലും എടുക്കാൻ വയ്ക്കാത്ത, ഒരു 40 പുഷപ്പ് പോലും എടുക്കാൻ പറ്റാത്ത, മെലിഞ്ഞുണങ്ങി അല്ലെങ്കിൽ തടിച്ചു പോയിട്ട് ഏതെങ്കിലും പൊട്ടന്മാരുകാരെ പറയണ്ടാവുക, ഐ ഡോണ്ട് ഗിവ് എ ഫക്ക്. അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ അത്യാവശ്യം അച്ചീവ്മെൻ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ആക്ഷൻ ഇടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓൽക്ക് അറിയുണ്ടാവും ബാക്കിയുള്ളവർ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ വേറുള്ളവർ പോയി കണ്ട് ജഡ്ജ് ചെയ്യാൻ പോകില്ല. സോ ഞാൻ കെയർ ചെയ്യില്ല, പറഞ്ഞു അത്രയും നല്ലത്. എൻ്റെ കമൻറ്റ് കൂടിക്കഴിഞ്ഞാൽ എൻ്റെ ആൽഗോരിതം ബൂസ്റ്റാവും, വീഡിയോ കയറും, ഗുഡ് തിങ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുക. ഇതേപോലെ തന്നെയാണ് റിയൽ ലൈഫിൽ നമ്മൾ ഓരോ കാര്യം വരുമ്പോൾ ചിന്തിക്കേണ്ടത്. ദ ഗോൾ ഈസ് ഇൻ ടു നെവർ കെയർ, ദ ഗോൾ ഈസ് കെയർ അബൌട്ട് ദ റൈറ്റ് തിങ്സ്. നമ്മൾ ശരിക്കും നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം ചെയ്യുകയാണ്, നമ്മളൊരു കുറേ കാലത്ത് സ്വപ്നമാണ്, അപ്പോൾ അത് ചെയ്യാന്ന് വിചാരിച്ചോ, നല്ല കാര്യങ്ങൾ കേട്ടോ ചെയ്യാന്ന് വിചാരിച്ചോ, അതിൻ്റെ വൈകും ഇഷ്ടം പോലെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനും വരും, അതേപോലെ അത് മുടക്കാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു റിജക്ഷൻ വന്നു, നിങ്ങളെ ഡ്രീംസ് നല്ല സംഭവങ്ങൾ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഫൈൻ ബ്രോ, കീപ് ഗോയിങ്. അതുപോലെ വേറെ ആൾക്കാർ നിങ്ങളെ ജഡ്ജ് ചെയ്തു, കളിയാക്കി, എത്തടാന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കി, അങ്ങനെ കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഡസൻ മാറ്റർ, യു ആർ സ്റ്റിൽ ബ്രീത്തിങ്, യു ആർ സ്റ്റിൽ അലൈവ്, ഗോ ഓൺ. ഇനി വേറെ ആരെങ്കിലും നിങ്ങൾ കണ്ടന്റ് ഇടുമ്പോൾ അതിൽ കമൻറ്റ് ഇട്ടു, നെഗറ്റീവ് കമൻറ്റ് ഇട്ടു, നിങ്ങൾ കുറ്റം പറഞ്ഞു, ഡസൻ മാറ്റർ, സ്റ്റിൽ ഗോ ഓൺ. ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കപ്പെടാന്നറിയോ, നമ്മൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. നമ്മൾ അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിൽ ആരും വായ തുറക്കൂല. നമ്മളിവിടെ എന്തോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഞാനിതിൽ എന്തോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് യൂട്യൂബിൽ, അതുകൊണ്ടാണ് അതിൽ കുറേ ആൾക്കാർ വന്നാണ് ഇങ്ങനെ ചിലക്കുന്നത് കമൻറ്റിൽ. അതേപോലെ നിങ്ങൾ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് കുറേ ആൾക്കാർ വന്നാണ് എന്ത് ചെയ്യുക, നിങ്ങളെ കുറ്റം പറയുക, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനൊക്കെ വരുന്നത്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. ബാക്കിയുള്ളവർ ഫുള്ള് ജഡ്ജ് ചെയ്താണ്ടേ ലൈഫ് എപ്പോഴും ഇങ്ങനെ ബിസി ആയിക്കാണ്ട് നിൽക്കുകയാണ്, ജഡ്ജിങ് മാത്രമുള്ള ലൈഫിൽ. ആ ടൈമിൽ നിങ്ങളെ ഡ്രീം ബിൽഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇനി നല്ലൊരു കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, ഈ ഒരു മോഡേൺ ഇറയിൽ നമ്മളെ പണ്ടത്തെ ബ്രെയിനും വെച്ചാണ്ട് എങ്ങനെ നമുക്ക് സ്ട്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്, എക്സ്പോസ് യുവർ സെൽഫ് ടു ഡിസ്കംഫർട്ട്. നിങ്ങൾക്കൊരു ഔട്ട്ഫിറ്റ് ഇട്ടാൽ അത് മോറലി കറക്റ്റാണ്, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിരിക്കണേ, പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ വേറെ കളിയാക്കും തോന്നുന്നുണ്ടോ, ഡസൻ മാറ്റർ, വിയർ ഇറ്റ്. നിങ്ങളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സും അല്ലെങ്കിൽ കൊളീഗ്സൊക്കെ കളിയാക്കും തോന്നുന്നുണ്ടോ, ഡസൻ മാറ്റർ, ഡു ഇറ്റ്. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ DM ആയിട്ട് ഒരു മെസ്സേജ് വന്നതിനും ഒരു പെൺകുട്ടി പറഞ്ഞതാണ്, അതിൻ്റെ റൂമിലുള്ളവർ, ആ കുട്ടി നല്ല പഠിക്കുന്ന കുട്ടിയാണ്, ടോപ്പറാണ്, പക്ഷേ ആ കുട്ടീൻ്റെ റൂമിലുള്ളവർ ഫുൾ എപ്പോഴും സ്ക്രോളിംഗ് ആണ്, ഫോണുമ്മലാണ്. അപ്പോൾ ഈ കുട്ടി പഠിക്കുമ്പോഴൊക്കെ ഇവരെന്ത് ചെയ്യും, ഈ കുട്ടീനെ കളിയാക്കും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ, മാക്സിമം ഓലൊക്കെ ഒന്ന് ഡിസ്റ്റൻസ് ചെയ്യാം, എന്നിട്ട് നമ്മൾ ബിസി ചെയ്യാണ്ട് ആക്ട് ചെയ്യുക. ഓർക്കൊന്നൊരു ഗോളില്ല, നിങ്ങൾക്ക് ഗോളുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിങ്ങൾ അഭിമാനപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷനൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, അങ്ങനത്തെ ആൾക്കാർക്ക് തട്ടുക എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതുപോലെ ഇങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നമ്മളൊപ്പമുള്ളവരൊക്കെ ആ ഒരു പഠിക്കണ മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ബുക്ക് വായിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പോഡ്കാസ്റ്റ് കേൾക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എണീക്കുകയാണ്, ഇതൊക്കെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ഡു ദാറ്റ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ജിമ്മിൽ നിന്ന് ടാങ്ക്, അതായത് ഷോൾഡറും ചെസ്റ്റൊക്കെ എക്സ്പോസ് ആവുന്ന ഡ്രസ്സാണ് ടാങ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളെ സാധാ ബനിയൻ പോലത്തെ. അതൊക്കെ ഇടാൻ ചില ആൾക്കാർക്ക് പേടിയായിരിക്കും, ബാക്കിയുള്ള എന്താ വിചാരിക്കുക എന്നുള്ളത്. സ്റ്റിൽ ഔറത്ത് വെളിവാക്കണില്ല, പക്ഷേ കൈയും കാര്യങ്ങളൊക്കെ കാണും, ചെസ്റ്റൊക്കെ കാണും. അപ്പോൾ പല ആൾക്കാർക്കും പേടിയാണ് ബാക്കിയുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യുമെന്നുള്ളത്. പക്ഷെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ നേരമല്ലല്ലോ, ഓല വർക്കൗട്ട് ചെയ്താണ്ട് പോവല്ലേ.
അപ്പോൾ അതേപോലെ ഈ വീഡിയോൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ബാഗി ഔട്ട്ഫിറ്റ്സോ അല്ലെങ്കിൽ റിലാക്സഡ് ഔട്ട്ഫിറ്റ് ഒക്കെ ഇടുമ്പോൾ ഞാൻ ടക്കിനൊക്കെ ചെയ്താണ്ട് എൻ്റെ രീതിയിൽ ഒരു ഫോർമൽ ക്ലോത്തിങ്ങിലൊക്കെ ഞാൻ പോലുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഇപ്പോഴും ആൾക്കാരുടെ ഇടയിൽ വെട്ടി തുറന്ന് സംസാരിക്കുക എന്നുള്ളത് അവിടെ എനിക്ക് ഇപ്പോൾ ഞാൻ ആ ഒരു സ്കില്ലാണ് ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ എനിക്ക് നോർമലായി. ജിമ്മ് പോകണമെന്നുണ്ടെങ്കിലും എന്താ ബാക്കിയുള്ളവരൊക്കെ ചീത്ത തിന്നുമ്പോൾ ഞാൻ നല്ലത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ച് വീഡിയോ ചെയ്യുകയാണെങ്കിലൊക്കെ അതൊന്നും എനിക്കിപ്പോൾ വലിയ വിഷയമല്ല. അതൊക്കെ ഇപ്പോൾ നോർമലായി. അപ്പോൾ ഇനി എനിക്ക് ഡിസ്കംഫേർട്ടുള്ള സംഭവം എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ കേസ് ആയിരുന്നു. ഇനി അത് എനിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതാ ഡിസ്കംഫേർട്ടൊക്കെ തോന്നുന്നത് അത് വീണ്ടും വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങനെ അതിൻ്റെ മുകളിലൊരു ടഫ്നെസ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ അത് നമുക്കൊരു വിഷയമില്ലാതാവും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിജക്ഷനെ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റിനെ ഒരു നല്ല കാര്യമായി കണ്ടെടുക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും നല്ലൊരു സംഭവം ചെയ്യുമ്പോൾ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ ആൾക്കാരുടെ ഇടയ്ക്ക് എത്തുകയാണെങ്കിൽ മാത്രമേ റിജക്ഷനും വരുള്ളൂ, സപ്പോർട്ടും വരുള്ളൂ. അപ്പോൾ റിജക്ഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടതാണ്, നമ്മളവിടെ ഗ്രോ ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരും അപ്രൂവലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നവർ ഫുള്ള് അത് അപ്രൂവ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല, ഓർക്ക് അത് ഇഷ്ടപ്പെടുന്ന ഒരു നിർബന്ധമില്ല. നമ്മളതേ മൈൻഡ് സെറ്റുള്ള ഒരു 4-5 ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെ മനസ്സിലാക്കണം. അത്ര 4-5 ആൾക്കാർ, വിരലെണ്ണാവുന്ന അത്രയും ആൾക്കാർ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ബ്രദർ ആയിക്കോട്ടെ, സിസ്റ്റർ ആയിക്കോട്ടെ, ഡസൻ മാറ്റർ, നമ്മൾ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ്. നമുക്ക് പണ്ടത്തെ പോലെ അങ്ങനെ 100 ആൾ 200 ആളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനി നാലാമത്താണ് ഒരു മോട്ടിവേഷനായിട്ട് ഞാൻ പറഞ്ഞുതരാം. അവസാന കാര്യം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ നമുക്ക് വയസ്സായി ഒരു 80-70 വയസ്സായി എന്ന് വിചാരിക്കുക, ഒരു 75-80 വയസ്സായി എന്ന് വിചാരിക്കുക. നമ്മൾ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള ആരോഗ്യമല്ല, മരിക്കാനായിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ തിങ്ക് ചെയ്യുക? അന്ന് ഓനിനെ കുറിച്ച് എന്താ, എനിക്കൊരു 20 വയസ്സായപ്പോൾ എനിക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ബാക്കിയുള്ളവരൊക്കെ എന്നെ ജഡ്ജ് ചെയ്തു. ആ ജഡ്ജിങ്ങിനെ കുറിച്ചാണോ നിങ്ങൾ ആ ഡെത്ത് ബെഡിൽ ചിന്തിക്കുക? അതോ എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ബിസിനസ് ഞാൻ തുടങ്ങിയില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റാണോ നിങ്ങൾക്ക് വരിക? ആ ഒരു റിഗ്രറ്റ് അല്ലേ? ഞാൻ എന്നെക്കാട്ടും ഏജുള്ള ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായൊരു സംഭവമാണ്, അവർക്കൊക്കെ ഉണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ്. അപ്പോൾ അതിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ ഒരു മെയിൻ ഗോളിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ മരിക്കാൻ നടക്കുമ്പോഴെങ്കിൽ ഒരിക്കലും അന്ന് ബാക്കിയുള്ളവർ എന്തേലും വിചാരിക്കുക എന്നുള്ളത് അന്ന് വിചാരിക്കൂല. അന്ന് തുടങ്ങിയാൽ മതിയെന്നേ വിചാരിക്കുള്ളൂ. അപ്പോൾ ഈ ഹൈലി സക്സസ്ഫുൾ ആയ ആൾക്കാരൊക്കെ അവരെങ്ങനെ ചോദിച്ചാൽ അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്ക് ക്ലിയർ ആണ്, ആ പാത്ത് വേ ക്ലിയർ ആണ്, ഓര് ചെയ്യുന്നത് നല്ലതിനാണെന്നുണ്ടെങ്കിൽ, ഓരോ ഡ്രീംസ് ആണെന്നുണ്ടെങ്കിൽ ദ ഡസൻ കെയർ അബൌട്ട് വാട്ട് അതർ പീപ്പിൾ തിങ്ക്. ആരെന്ത് റിജക്ഷൻ പറഞ്ഞാലും ജഡ്ജ്മെൻറ്റ് പറഞ്ഞാലും അതൊന്നും ഓർക്ക് വിഷയമാവില്ല. ഓർക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിലും, ഇപ്പോൾ റിജക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രെയിൻ നാച്ചുറലി ചിലപ്പോൾ പേടി ഉണ്ടെന്നുണ്ടെങ്കിലും ഓല ആക്ഷൻ എടുക്കും. അതേപോലെ ബാക്കിയുള്ളവരെ ഒപ്പീനിയനൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുള്ളൂ, അങ്ങനെ ഒന്ന് നോക്കി കാണുള്ളൂ. ഒപ്പീനിയൻ വരും, ഒപ്പീനിയൻ പോകും, ഡസൻ മാറ്റർ, ഐ വിൽ ഡു ദ തിങ്. ഇനി മാർക്ക് മെൻസൻ്റെ മറ്റൊരു കോട്ട് ഞാൻ വായിച്ചുതരാം. ഇതിൽ എഫ് വേർഡ് ഉണ്ട്, അപ്പോൾ അൺകംഫർട്ടബിൾ ആയി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളി. Maturity is what happens when one learns to give only a fuck about what's truly fuck worthy. അതായത് ഒന്നുമില്ല, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കെയർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെ ഒപ്പീനിയനോ ബാക്കിയുള്ള നോയ്സോ നമ്മൾ കെയർ ചെയ്യണില്ല. ആ ഒരു സംഭവത്തിനാണ് മുമ്പ് എന്ത് പറയുന്നത്, മെച്യൂരിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേടിയുണ്ട്, ബാക്കിയുള്ളവരെ എന്താ വിചാരിക്കുക, ഓലിനെ ജഡ്ജ് ചെയ്യുമോ എന്നാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നിങ്ങളോട് ഞാൻ ചോദിക്കുക, ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ, ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നെ ഭാവിയിൽ ഗ്രോത്തിലേക്ക് നയിക്കുന്ന സംഭവമാണോ, ഞാനിപ്പോൾ ചെയ്യുന്നത് എനിക്ക് അത്രയും ആഗ്രഹമുള്ള ഒരു സംഭവമാണോ, മോറലി റൈറ്റ് ആണോ, ദെൻ ഗോ വിത്ത് ഇറ്റ്. ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ വരാതിരിക്കും, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ടേക്ക് ആക്ഷൻ ഈവൻ ഇഫ് യു ആർ സ്കെയർഡ്. ഈ ലോകത്തിന് വേണ്ടത് ഒരിക്കലും ഒരാളുടെ കോപ്പിയല്ല. വേറെയുള്ളവർ എന്താണോ അടിച്ചേൽപ്പിക്കുന്നത്, ഓരോ ഒപ്പീനിയൻ എന്താണോ, ഓരോ ജഡ്ജ്മെൻ്റ് ആണോ, അതൊക്കെ ഫിയർ ചെയ്താണ്ട് ഓർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളല്ല വേണ്ടത്. ദേ വാണ്ട് ദ റിയൽ യു. Be bold, be unstoppable, take uncomfortable decisions. So I hope this video is helpful for you guys. See you in the next video.